പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയിൽ മകരസംക്രാന്തി ദിനത്തിൽ ഏതാണ്ട് 3.5 കോടി ഭക്തരാണ് അമൃത സ്നാനം നടത്തിയത്. ഈ സമയത്ത് 13 അഖാരകളിൽ നിന്നുള്ള നാഗസാധുക്കളും സ്ത്രീ സാധുക്കളും പ്രയാഗ്രാജിൽ എത്തിയിരുന്നു. കുംഭമേളയിൽ ആദ്യം പുരുഷ നാഗസാധുക്കൾ കുളിക്കും, അതിനുശേഷമാണ് സ്ത്രീ നാഗസാധുക്കൾ കുളിക്കുന്നത്. ആയിരക്കണക്കിന് സ്ത്രീകൾ കുംഭമേളയ്ക്ക് എത്തുന്നതുകൊണ്ട് സ്വാഭാവികമായും ആളുകളുടെ മനസ്സിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ്, കുംഭമേള സമയത്ത് സ്ത്രീ സന്യാസിക്ക് ആർത്തവം വന്നാൽ അവർ എന്തു ചെയ്യും എന്നത്. സ്ത്രീ സന്യാസിനികൾ ആർത്തവം ഇല്ലാത്ത ദിവസങ്ങളിൽ മാത്രമായിരിക്കും ഗംഗയിൽ കുളിക്കാൻ ഇറങ്ങുന്നത്. കുംഭമേള സമയത്ത് അവർക്ക് ആർത്തവം വന്നാൽ ഗംഗയിൽ കുളിക്കാൻ ഇറങ്ങില്ല. പകരം ഗംഗാജലം ശരീരത്ത് തളിക്കുകയാണ് ചെയ്യാറ്. അതിലൂടെ അവർ ഗംഗയിൽ കുളിച്ച് ശരീരശുദ്ധി വരുത്തിയതായി സങ്കല്പിക്കുന്നു. അതുകൊണ്ട് സ്ത്രീകൾ ഗംഗാനദിയും ത്രിവേണി സംഗമവും അശുദ്ധരാക്കുന്നു എന്ന വാദത്തിൽ ഒട്ടും കഴമ്പില്ല. ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടക സംഗമമായ കുംഭമേളയിൽ പ്രതീക്ഷിക്കുന്നത് മൊത്തം 40 കോടി ആളുകളെയാണ്. അതായത് അമേരിക്കയിലെ ജനസംഖ്യയേക്കാൾ കൂടുതൽ, റഷ്യയേക്കാൾ 3 ഇരട്ടി ആളുകൾ. 45 ദിവസത്തെ ആഘോഷത്തിൻ്റെ ചെലവ് ഏകദേശം 7000 കോടി രൂപ എന്നാണ് കണക്കുകൂട്ടുന്നത്. മഹാകുംഭ നഗർ എന്ന താൽക്കാലിക നഗരം ഒരുക്കിയത് 10,000 ഏക്കറിലാണ്. സത്യത്തിൽ എന്താണ് കുംഭമേള? എന്താണ് ഇതിന് പിന്നിലുള്ള ഐതിഹ്യം? ദശലക്ഷക്കണക്കിന് ആളുകൾ എന്തുകൊണ്ടാണ് ഇതിൽ പങ്കെടുക്കാനായി വരുന്നത്? 3 വർഷത്തിലൊരിക്കൽ നടക്കുന്നതാണ് കുംഭമേള. 6 വർഷം കൂടുമ്പോൾ അർദ്ധ കുംഭമേള നടക്കും. 12 വർഷത്തിലൊരിക്കൽ പൂർണ്ണ കുംഭമേള. 144 വർഷങ്ങൾ കൂടുമ്പോൾ നടക്കുന്നതാണ് മഹാകുംഭമേള എന്നറിയപ്പെടുന്നത്. പ്രയാഗ്രാജിൽ ഗംഗ, യമുന, പിന്നെ പുരാണങ്ങളിൽ പറയുന്ന സരസ്വതി നദി എന്നിവയുടെ സംഗമസ്ഥാനത്തും, ഹരിദ്വാറിൽ ഗംഗയുടെ തീരത്തും, മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ഗോദാവരിയുടെ തീരത്തും, മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ ക്ഷിപ്രയുടെ തീരത്തുമാണ് കുംഭമേള നടക്കുന്നത്. കുംഭമേളയെക്കുറിച്ച് ഐതിഹ്യങ്ങൾ പലതാണ്. കുംഭം എന്ന സംസ്കൃത വാക്കിൻ്റെ അർത്ഥം കുടം അല്ലെങ്കിൽ പാത്രം എന്നാണ്. ഒരിക്കൽ തമ്മിലടിച്ച് കഴിഞ്ഞിരുന്ന ദേവന്മാരും അസുരന്മാരും അമരത്വം നേടാൻ ഒരുമിച്ച് നിന്ന് മരണത്തെ ജയിക്കാനുള്ള അമൃത് കിട്ടാൻ അവർ പാലാഴി കടഞ്ഞു. ഒടുവിൽ ലഭിച്ച അമൃതകുംഭം കൈക്കലാക്കാനായി തമ്മിൽ അടിയായി. ഇതിനിടെ അമൃത് അസുരന്മാർക്ക് കൊടുക്കാതിരിക്കാൻ ഇന്ദ്രൻ്റെ മകൻ ജയന്തൻ അതിരുന്ന കുടവുമായി ഓടിയെന്നാണ് പറയുന്നത്. അതോടെ സൂര്യനും ശനിയും ബൃഹസ്പതിയും ചന്ദ്രനും ജയന്തൻ്റെ പിന്നാലെ ഓടി. ജയന്തൻ ഇങ്ങനെ 12 ദിവസം ഓടിയെന്നും അപ്പോൾ ഹരിദ്വാർ, പ്രയാഗ്രാജ്, ഉജ്ജയിൻ, നാസിക്, ത്രയംബകേശ്വർ എന്നീ 4 സ്ഥലങ്ങളിൽ അമൃത് ഒഴുകിയെന്നുമാണ് വിശ്വാസം. അമൃത് ഒഴുകിയെന്ന് വിശ്വസിക്കുന്ന 4 സ്ഥലങ്ങളും നദികളുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ നദികളിൽ മുങ്ങിക്കുളിച്ചാൽ ജന്മാന്തരങ്ങളായി ചെയ്തു പോകുന്ന എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം നേടി മോക്ഷം പ്രാപിക്കാനാകും എന്നാണ് വിശ്വാസം. മറ്റൊരു കഥ എന്തെന്നാൽ അമൃതിനു വേണ്ടിയുള്ള യുദ്ധത്തിൽ അസുരന്മാരെ ദേവന്മാർ തോൽപ്പിച്ചു. യുദ്ധത്തിന് ശേഷം ഗരുഡൻ അമൃതകുംഭത്തെ മഹാമേരു പർവ്വതത്തിൻ്റെ അടിയിൽ കുഴിച്ചിട്ടു. ഈ അമൃതിൻ്റെ മർദ്ദത്തിൻ്റെ ഫലമായി ഓരോ 12 വർഷം കൂടുമ്പോഴും അതിൻ്റെ ഒരു അംശം ഈ കുടത്തു നിന്നും പുറത്തു വരികയും ഭൂമിയുടെ അന്തർഭാഗത്തു കൂടി 4 പുണ്യസങ്കേതത്തിലെ നദീജലത്തിൽ കലരുകയും ചെയ്യും എന്നാണ് വിശ്വാസം. അതുകൊണ്ട് ആ സമയത്ത് ഈ നദികളിൽ മുങ്ങിക്കുളിച്ച് മോക്ഷം ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് മിക്കവരും ഇവിടെ എത്തുന്നത്. ലോകമെമ്പാടുമുള്ള സന്യാസി ശ്രേഷ്ഠന്മാർ മുതൽ ഗവേഷകർ വരെ കുംഭമേളയുടെ ഭാഗമാകും. വിവിധ തരത്തിലുള്ള സംഭാവനകളും ഇവിടെ നൽകുന്നവരുണ്ട്. കുംഭമേളയുടെ രഹസ്യം തേടിയാണ്, അല്ലെങ്കിൽ അതേക്കുറിച്ച് അറിയാനാണ് പല വിദേശ സഞ്ചാരികളും അവിടെ എത്തുന്നത്. ഇനി ഉത്തർപ്രദേശ് സർക്കാരിന് ഇതിൽ നിന്നും എന്ത് വരുമാനം കിട്ടുമെന്ന് നോക്കാം. മഹാകുംഭമേള നടക്കുന്നത് വഴി ഉത്തർപ്രദേശ് സർക്കാരിന് ഏകദേശം 2 ലക്ഷം കോടി രൂപ വരുമാനം കിട്ടുമെന്നാണ് പറയുന്നത്. കുംഭമേളയിൽ പങ്കെടുക്കാൻ എത്തുമെന്ന് കണക്ക് കൂട്ടുന്ന 40 കോടി ജനങ്ങളിൽ ഓരോരുത്തരും 5000 രൂപ വെച്ച് ചെലവാക്കിയാൽ മേളയിൽ നിന്ന് ലഭിക്കുന്ന ആകെ വരുമാനം 2 ലക്ഷം കോടി രൂപയായിരിക്കും. കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സിൻ്റെ കണക്ക് പ്രകാരം പാക്കേജ് ഭക്ഷണം, വെള്ളം, ബിസ്ക്കറ്റ്, ജ്യൂസുകൾ, മീൽസ് എന്നിവ അടങ്ങുന്ന ഭക്ഷണവും വെള്ളവും എന്ന വിഭാഗത്തിൽ ഏകദേശം 20,000 കോടി വരുമാനം ലഭിക്കും. എണ്ണ, വിളക്കുകൾ, ഗംഗാജലം, വിഗ്രഹങ്ങൾ, ചന്ദനത്തിരി, മതഗ്രന്ഥങ്ങൾ എന്നിവ അടങ്ങുന്ന പൂജാദ്രവ്യങ്ങളും ആരാധനാ വസ്തുക്കളും ഉൾപ്പെടുന്ന വിഭാഗത്തിൽ നിന്നും 20,000 കോടി രൂപയുടെ വരുമാനമാണ് പ്രതീക്ഷിക്കുന്നത്. ടാക്സികൾ, ചരക്ക് ഗതാഗതം എന്നിവ ഉൾപ്പെടുന്ന യാത്രാ വിഭാഗത്തിൽ നിന്നും 10,000 കോടിയും വിനോദസഞ്ചാരം, ടൂർ ഗൈഡുകൾ, ട്രാവൽ പാക്കേജുകൾ എന്നിവ അടങ്ങുന്ന ടൂറിസം വിഭാഗത്തിൽ നിന്നും 10,000 കോടിയും ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. താൽക്കാലിക വൈദ്യസഹായ ക്യാമ്പുകൾ, മരുന്നുകൾ, ആയുർവേദ ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ നിന്ന് 3,000 കോടി രൂപ ലഭിക്കും. ഇ ടിക്കറ്റ്, ഡിജിറ്റൽ പണമിടപാടുകൾ, വൈഫൈ ഉപയോഗം, മൊബൈൽ ചാർജിംഗ് സ്റ്റേഷനുകൾ എന്നിവയിലൂടെ 1000 കോടി ലഭിക്കും. വിനോദ ഉപാധികൾ, പരസ്യങ്ങൾ, പ്രൊമോഷണൽ പരിപാടികൾ എന്നിവയിലൂടെ 10,000 കോടിയും ലഭിക്കുമെന്നാണ് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സിൻ്റെ കണക്കുകൂട്ടൽ. അങ്ങനെ വന്നാൽ ഈ കുംഭമേളയിൽ നിന്നും ഉത്തർപ്രദേശ് സർക്കാരിന് ലഭിക്കാൻ പോകുന്നത് 2 ലക്ഷം കോടി രൂപയായിരിക്കും.